കോഴിത്തീറ്റയ്ക്ക് തീവില, കോഴി വളർത്തൽ കർഷകർ പ്രതിസന്ധിയിൽ. പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധിയും എഥനോൾ നിർമ്മാണത്തിന് ചോളം പോലെയുള്ള വസ്തുക്കൾ മൊത്തമായി പോകുന്നതും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും വിലവർദ്ധനവുമാണ് കോഴിത്തീറ്റയുടെ വിലക്കയറ്റത്തിന് കാരണമായത്. കോഴിത്തീറ്റയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ ചാക്കിന് 450 രൂപ വർദ്ധിച്ചതോടെ കോഴി വളർത്തൽ ഉപേക്ഷിച്ച് സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം ഫാമുകൾ. കോഴിത്തീറ്റ വില വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം ഫാമുകൾ കോഴി വളർത്തൽ ഉപേക്ഷിച്ചു. കോഴിത്തീറ്റയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ ചാക്കിന് 450 രൂപയാണ് കൂടിയത്. പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധിയും എഥനോൾ നിർമ്മാണത്തിന് ചോളം പോലെയുള്ള വസ്തുക്കൾ മൊത്തമായി പോകുന്നതും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും വിലവർദ്ധനയുമാണ് വിലക്കയറ്റത്തിന് കാരണമായത്. നിർമ്മാണത്തിലെ മറ്റൊരു ഘടകമായ സോയ പിണ്ണാക്കിനും ക്ഷാമം നേരിടുന്നുണ്ട്. നിർമ്മാണത്തിന് വളരെ അത്യാവശ്യമുള്ള അമിനോ ആസിഡുകളുടെ ഇറക്കുമതി യുദ്ധപ്രതിസന്ധിയിൽ കുടുങ്ങിയിരുന്നു. വർദ്ധിച്ച തീറ്റ ചിലവനുസരിച്ച് വില ലഭിക്കാത്തതിനാൽ കോഴിക്കുഞ്ഞുങ്ങളുടെ പുതിയ ബാച്ച് ഇറക്കൽ പല ഫാമുകളും പകുതിയിലേറെ വെട്ടിക്കുറച്ചു. കോഴിക്കുഞ്ഞു വിലയും കമ്പനികൾ കുത്തനെ കൂട്ടിയിട്ടുണ്ട്. ഉയർന്ന ചിലവ് സഹിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുന്നില്ലെന്ന് ഭൂരിഭാഗം കർഷകരും തീരുമാനിച്ചതോടെ ഓണക്കാലത്ത് കോഴിയിറച്ചി ക്ഷാമവും വിലവർദ്ധനയും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്